വിവാഹം കഴിക്കാതെ കന്യകയായിരിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി മനസ്സുകൊണ്ട് ഒരാളെ പ്രണയിച്ചു. ആള് മാന്യനാണ്, പ്രതാപിയാണ്, പ്രമാണിയാണ്. അങ്ങനെ കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം ഉറപ്പിക്കുന്നതിന് അഭിപ്രായ വ്യത്യാസമുള്ളവർ ഉണ്ടായിരുന്നു. അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോടൻ ഭാഷ പറഞ്ഞാൽ ചില കച്ചറ ഉണ്ടാക്കി. കല്യാണം മുടങ്ങി. കനത്ത ദുഃഖത്തോടുകൂടി ഈ പെൺകുട്ടി തൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൂടി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. ഇതേ കഥ ഞാനൊന്ന് തിരിച്ചു പറയുക. ഒരു കാര്യത്തിന്റെ ആശയം എവിടെ നിൽക്കുന്നു. ദേവി കന്യാകുമാരി ശിവനെ പ്രണയിച്ചു. ശുചീന്ദ്രനാഥൻ, കന്യാകുമാരിയുടെ അടുത്താണല്ലോ ശുചീന്ദ്രൻ. ഞാൻ കന്യാകുമാരിയിൽ പോകുമ്പോഴൊക്കെ ശുചീന്ദ്രത്തുനിന്ന് കയറും. അവിടെ ഹനുമാന്റെ ഒരു പ്രതിമ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് ഹനുമാന്റെ ആ പ്രതിമ ശുചീന്ദ്രൻ ക്ഷേത്രത്തിൽ. അതിനെപ്പറ്റി വേറൊരു ദിവസം പറയാം, ആ പ്രതിമയുടെ കാര്യങ്ങൾ. അപ്പൊ ശുചീന്ദ്രനാഥനായിട്ട് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചതിന് ശേഷം ആ കല്യാണം മുഹൂർത്തം നിശ്ചയിച്ചു. ഈ കല്യാണം നടക്കാതിരിക്കാൻ ഇന്ദ്രൻ ശ്രമം തുടങ്ങി. ഈ കല്യാണം നടക്കരുത്. അങ്ങനെ കല്യാണത്തിന് വരന്റെ വേഷഭൂഷാദികളോടുകൂടി ശിവൻ ദേവി കന്യാകുമാരിയെ കല്യാണം കഴിക്കാനായിട്ട് അവിടുന്ന് പുറപ്പെട്ടു. അപ്പോഴാണ് ഇന്ദ്രൻ എന്തൊരു കാര്യം ചെയ്തു. ഒരു കോഴിയുടെ രൂപത്തിൽ വന്നിട്ട് ഉറക്കെ അങ്ങോട്ട് പോയി. നേരം വെളുത്തു എന്നാണ് ശിവനും ആളുകളും വിചാരിച്ചത്. ഒന്നുകൂടി പറഞ്ഞാൽ മുഹൂർത്തം തെറ്റി. ഇനി പോയിട്ട് കാര്യമില്ല. നീ ആ കല്യാണം മുടങ്ങി. ആ കല്യാണം മുടങ്ങിയപ്പോ ദേവിക്ക് ചാത്താനുള്ള സിന്ദൂരൊക്കെ ആ കന്യാകുമാരിയിലെ സമുദ്രതീരത്ത് വാരി വിതറി. കന്യാകുമാരി പോകുമ്പോഴൊക്കെ ഞാൻ പോയിട്ട് ആ സിന്ദൂരത്തരികൾ കാണാറുണ്ട്. കൊല്ലത്ര കഴിഞ്ഞു. ഞാൻ തന്നെ ആദ്യം പോയത് എത്രയോ ചെറുപ്പത്തിലാണ്. തിരുവനന്തപുരത്ത് ബ്രോഡമുണ്ട ഓഫീസിൽ ജോലിയിൽ ഇരിക്കുന്ന കാലത്താണ് ആദ്യം പോണത് കന്യാകുമാരി. പിന്നീട് പലതവണ ശുചീന്ദ്രം പോകുമ്പോഴും ശുചീന്ദ്രത്ത് പോകുമ്പോഴും തിരുച്ചെന്തൂര് പോകുമ്പോഴൊക്കെ കന്യാകുമാരി പോകും. അപ്പോഴും എത്രയോ കാലമായിട്ട് ഈ സിന്ദൂരമണൽ അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദേവിയുടെ കല്യാണം മുടങ്ങിയ കഥ രണ്ട് രീതിയിൽ ഞാനിപ്പോൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ രീതിയിലേക്ക് വരാം. കുമരിയെ ധ്യാനിച്ച് നിൽക്കുന്ന ചെടിയാണ് കറ്റാർവാഴ. ഞാൻ കറ്റാർവാഴയുടെ ആരാധകനാണെന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കുമരി. കന്യാകുമാരി ജില്ലയിൽ ധാരാളം ഉണ്ടാവുകയും ചെയ്യും.
മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിയാണ് ഈ ദേവി. നമ്മളിലൊക്കെ ഉള്ളത്, സ്ത്രീകളിലും പുരുഷന്മാരിലും ഒക്കെ ഉള്ളത്. പുറമേ നടക്കുന്ന ഒരു കഥ നമ്മുടെ അകത്ത് നടക്കുന്ന കഥയാണെന്ന് ആലോചിക്കണം. നമ്മുടെ അകത്തായി നടക്കുന്നത്. ഈ കുണ്ടലിനി ശക്തി കുണ്ടത്തിൽ ലീനമായി കിടക്കുന്നതാണ് കുണ്ടലിനി. ആ മൂലാധാരം അവിടെ 3.5 ചുറ്റായിട്ടാണ് കിടക്കുന്നത്. അതിനെ സർപ്പം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. സർപ്പം എന്നതിനാണ് കോയിൽ രൂപത്തിൽ കിടക്കാൻ പറ്റും. വേറെ ജീവിക്കും പറ്റില്ല. ദൈവസൃഷ്ടിയിൽ നമുക്കറിയാവുന്നതിൽ വെച്ചിട്ട് ഒരു കോയിൽ രൂപത്തിൽ, എനർജി എപ്പോഴും കോയിൽ രൂപത്തിലാണ്. 3.5 ചുറ്റ് വരുമ്പോഴാണ് എനർജിക്ക് ശക്തി വരിക. ലീനമായി അവ്യക്തമായി കുണ്ടത്തിൽ കിടക്കുന്നതാണ് കുണ്ടലിനി. അതിൽ നിന്നാണ് കുണ്ടി എന്ന വാക്ക് വന്നത്. എന്തോ ഒരു മോശമായ പദം നമ്മൾ പറയാറുണ്ട്. എന്താ മോശം? ശാസ്ത്രീയമായിട്ട് അതാണ് പദം. കുണ്ടത്തിൽ ലീനമായി കിടക്കുന്നത്. ഈ ശക്തി വിശേഷം എവിടേക്ക് പോകണം? ഭാരത സംസ്കാരം മുഴുവൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഭാരതത്തിലെ എല്ലാ കാര്യങ്ങളും കഥകളും പ്രദേശങ്ങളും ഒക്കെ കഥയാണ്. അത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യമാണ്. ഈ കന്യകയായ ദേവി, ഈ കുണ്ടലിനി ശക്തി എവിടേക്ക് പുറപ്പെടണം? ശിവനിൽ എത്തിച്ചേരണം. അതാണ് ശിവന് വലിയ ഇഷ്ടമാണ്. ആ ശിവന് ദേവിയെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒഴുക്കിന്റെ പേരാണ്. മറ്റൊരു കഥ വരുമ്പോ ശാസ്താവ്. ഇതിപ്പോ കന്യാകുമാരിയെ പറ്റി പറയുമ്പോൾ അങ്ങനെ നമ്മളിപ്പോ ചിന്തിക്കേണ്ട. എല്ലാ കഥകളും ഒരേമാതിരി തിരിച്ചും മറിച്ചും ഒന്ന് തന്നെയാണ്. പുരാണ കഥകളൊക്കെ നമ്മൾ പല കഥയൊക്കെ ഉണ്ടെങ്കിലും തിരിച്ചും മറിച്ചും. ഈയിടെ എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തപ്പോ രാമായണ കഥ തന്നെയാണ് ഭാരതം കഥ എന്നായിരുന്നു തലക്കെട്ട് കൊടുത്തത്. തിരിച്ചും മറിച്ചും ചോദിച്ചു വെച്ചപ്പോ ഇതെന്നെ തിരിച്ചിങ്ങോട്ട് ഇട്ടതാണ്. ഒരേ കാര്യം. എന്നാൽ എന്താണിപ്പോ ആധാരചക്രങ്ങളിലൂടെ ഈ ശക്തിവിശേഷം ഒഴുകാതിരിക്കുന്നത്? അതിന്റെ കാരണം ഇന്ദ്രിയങ്ങൾക്ക് അത് ഇഷ്ടമല്ല. കാരണം നമ്മുടെ മനസ്സിന് ശാന്തി സമാധാനം ഇഷ്ടമല്ല. മെഡിറ്റേഷൻ അത് വളരെ സുഖം തരും. മനസ്സിന് ഇഷ്ടമല്ല. അവന്റെ സ്വഭാവം എന്താ വെച്ചാൽ അവന് എപ്പോഴും പ്രശ്നം വേണം. രാവിലെ എണീറ്റ വൈകുന്നേരം വരെ അവന് പ്രശ്നം ഉണ്ടാകണം മനസ്സിന്. അപ്പൊ ഇന്ദ്രൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു കോഴിയായി കൂവി. ഈ ശക്തിവിശേഷം മൂലാധാരത്തിന് സ്വാധിഷ്ഠാനത്തിലേക്ക് വരുമ്പോൾ ഈ ശക്തിവിശേഷം രണ്ടായി പിരിയും. സെക്സ് എനർജി, ക്രിയേറ്റീവ് എനർജി രണ്ടായിട്ട് തിരിയും. സെക്സ് എനർജി എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സെക്സ് എനർജിയാണ്. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് സെക്സ് എനർജിയിൽ ആണ്. അത് വിട്ടിട്ടുള്ളാണ് മൈലിന്റെ പുറത്ത് കയറി ഉയരങ്ങളിലേക്ക് പോകുന്നത്. ഇത് കോഴിയാണ്. അതുകൊണ്ടാണ് കോഴി എന്ന ചിഹ്നം. അയാള് മഹാകോഴിയാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. തന്നെ വന്നതല്ല, നമ്മുടെ പൈതൃകത്തിന്റെ ഒരു പ്രയോഗം. അത് കോഴി എന്ന് പറഞ്ഞാൽ സെക്സ് എനർജി എന്നാണ് അർത്ഥം. ഈ സെക്സ് എനർജി ഈ കുണ്ടലിനിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. അത് മനസ്സിലാക്കാനാണ് ഇങ്ങനെ ഒരു കഥ
ഉണ്ടാക്കിയത്. കന്യാകുമാരി ചെല്ലുമ്പോൾ നമുക്കൊക്കെ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. അവിടെ ചെന്ന ഉടനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് വേണ്ടത്. അത് ചിന്തിക്കുകയും ആ സ്ഥലം കാണുകയും നമ്മൾ കാണുന്ന എല്ലാ സ്ഥലവും നമ്മുടെ ശരീരവുമായിട്ട് ബന്ധമുണ്ടെന്നും ഇവിടുന്ന് ഹിമാലയം വരെ യാത്ര ചെയ്ത അനുഭവങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞോളാം. എല്ലാം പുറത്ത് കാണുന്നത് അകത്തുണ്ട്. ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംവദിക്കുന്നു. നമസ്കാരം.